ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ചന്ദ്രാപിന്നിയിൽ വീട്ടമ്മയെ ആക്രമിച്ച സ്വർണമാല കവർന്നു. ഇരിഞ്ഞാലക്കുട കാട്ടൂരിൽ 43-കാരി കൊല്ലപ്പെട്ട കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. NDA കയ്പമംഗലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ഇന്നത്തെ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. ചന്ദ്രാപിന്നിയിൽ വീട്ടമ്മയെ ആക്രമിച്ച സ്വർണമാല കവർന്നു. ചന്ദ്രാപിന്നി ഭഗവതി പറമ്പിൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മാരാത്ത ശശിധരന്റെ ഭാര്യ രാധയുടെ 5.5 പവന്റെ സ്വർണമാലയാണ് കവർന്നത്. കണ്ണിന് സാരമായി പരിക്കേറ്റ രാധയെ ഇരിഞ്ഞാലക്കുട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 5:45 സംഭവം. ശശിധരൻ പുലർച്ചെ പ്രഭാത നടത്തത്തിന് പോയ സമയത്താണ് മോഷണം നടന്നത്. വീടിന്റെ മുൻവശത്തെ വാതിൽ പൂട്ടാതെയാണ് ശശിധരൻ നടക്കാനിറങ്ങിയത്. ഈ സമയത്താണ് മോഷ്ടാവ് മാരകായുധവുമായി അകത്ത് കടന്ന് മുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന രാധയെ ആക്രമിച്ച് മാല കവർന്നത്. ബലപ്രയോഗത്തിനിടയിൽ രാധയ്ക്ക് വലത് കണ്ണിനും ചുണ്ടിനും കൈവിരലിനും പരിക്കേറ്റിട്ടുണ്ട്. വീട്ടമ്മ ഉറക്കെ കരഞ്ഞതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. ശബ്ദം കേട്ട് ഓടിയെത്തിയ അയൽവാസികളും ഭർത്താവ് ശശിധരനും എത്തിയാണ് രാധയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മോഷ്ടാവിന്റെ കയ്യിൽ നിന്ന് രാധ വെട്ടുകത്തി പിടിച്ചു വാങ്ങി പ്രതിരോധിച്ച് നിന്നതിനാലാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് വീട്ടമ്മ പറഞ്ഞു. ടീഷർട്ടും മുണ്ടും ധരിച്ച കറുത്ത് ഉയരം കുറഞ്ഞ ആളാണ് മോഷ്ടാവെന്നും വീട്ടമ്മ പറഞ്ഞു. ആളെ കണ്ടാ എനിക്ക് മനസ്സിലാവും. എന്തായാലും ആളെ ഉയരം കുറഞ്ഞ ആളാണ്. ചേട്ടന്റെ ഒക്കെ അത്രയ്ക്ക് ഉയരമുള്ളൂ. പിന്നെ ഞാൻ വാതില് തള്ളിയല്ല, രണ്ട് തള്ളു വാതിലുമ്പോ തള്ളിയല്ല. അപ്പൊ ഞാൻ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ ലൈറ്റ് ഇട്ടല്ല. ആ വഴിക്ക് തന്നെ ഇങ്ങനെ മുടി ആകെ പരന്നെ മുടിക്കെട്ടോടുകൂടി ഇങ്ങനെ അമർത്തിയില്ലേ, ഇങ്ങനെ ചെരിച്ച് കൈകൊണ്ട് തന്നെ ആയുധന്റെ കയ്യില് പിടിമലാണ് ഞാൻ പിടിക്കണത്. പിടിമല് വടിവാള് ഞാൻ ആളുടെ കയ്യിന്ന്, അല്ലെങ്കിൽ ആളെന്നെ അപ്പൊ തന്നെ കൊല്ലില്ലേ. ആൾക്കെന്നെ പിടിക്കാൻ പറ്റണില്ല, വാളെന്റെ കയ്യിൽ നിന്ന് പിടിക്കാൻ പറ്റണില്ല. ആളല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരു വെട്ട് വെട്ടി എന്റെ പണി കഴിയില്ലേ. അതിപ്പോ ഞാൻ മാല ഇടാണ്ടിരുന്നാലും എന്റെ കൈ വെട്ടില്ലേ, എവിടെയാലും വെട്ടും. ആ ചെരിഞ്ഞ വഴിക്കാണ് മാല ഈ വശത്തുനിന്ന് പൊട്ടിച്ചത്. ഒക്കെ എനിക്ക് നല്ല ഇതുണ്ട്, എനിക്ക് ഓർമ്മയൊന്നും പോയൊന്നുമില്ല. പോയപ്പോ വാല് പൂട്ടിയില്ല, തണ്ടിട്ട് എന്നെ വിളിച്ചു. അതെന്താന്ന് വെച്ചാ ഞാൻ രാവിലെ നേരത്തെ എനിക്കാറുണ്ട്. പക്ഷെ ഇന്ന് എനിക്കാന്ന് വെച്ചാൽ രാത്രി എനിക്ക് ഉറക്കണ്ടായില്ല. അപ്പൊ ഞാൻ ആ ഉറക്കത്തിന്റെ ഇതിൽ അങ്ങനെ അങ്ങോട്ട് കിടന്നു. എന്നാലും വലിയ ഉറക്കം ഉറങ്ങിയില്ല. വാതിൽ അടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടല്ല. വീട്ടമ്മയുടെ വീടിന് മുൻവശത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ മോട്ടോർ ഷെഡിന് പുറകിൽ മറഞ്ഞിരുന്ന മോഷ്ടാവ് ശശിധരൻ നടക്കാനിറങ്ങിയ സമയം നോക്കി അകത്തേക്ക് കടന്നതാകാമെന്നാണ് പോലീസ് നിഗമനം. മോഷ്ടാവ് കൊണ്ടുവന്ന വെട്ടുകത്തി വീടിനകത്ത് നിന്ന് കണ്ടെത്തി. കൊടുങ്ങല്ലൂർ DYSP U പ്രേമന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കാട്ടൂരിൽ 43-കാരി കൊല്ലപ്പെട്ട കേസിൽ 3 പേർ കൂടി അറസ്റ്റിലായി. കാട്ടൂർ കടവ് നന്ദലത്ത് പറമ്പിൽ ദർശൻ കുമാർ, ചേർപ്പ് കള്ളിയത്ത് രാകേഷ്, ഇവർക്ക് ഒളിസങ്കേതമൊരുക്കിയ വടക്കഞ്ചേരി ആയിക്കാട് ആലിങ്കൽ ഗിരീഷ് എന്നിവരെയാണ് തൃശൂർ റൂറൽ SP പൂങ്കൊഴലി IPSന്റെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട DYSP TR രാജേഷും സംഘവും പിടികൂടിയത്. കൊലപാതകം, കവർച്ച, അടിപിടി എന്നിവ അടക്കം നിരവധി കേസുകളിൽ പ്രതികളാണ് ദർശനും രാകേഷും. ചേർപ്പിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ കൊലപാതക കേസിലെ പ്രതിയാണ് രാകേഷ്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് കായ്ക്കുരു രാകേഷിന്റെ സംഘാംഗമായിരുന്ന ദർശനും 5 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഇന്നലെ കോയമ്പത്തൂർ റെയിൽവേ പരിസരത്തു നിന്നുമാണ് അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഒരാഴ്ചയായി പോലീസിനെ ഉറക്കം കെടുത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇവർ ചെന്നൈക്കുള്ള യാത്രക്കിടയിൽ കോയമ്പത്തൂരിൽ വെച്ച് പോലീസിന്റെ കയ്യിൽ പെടുകയായിരുന്നു. കാട്ടൂർ ഇൻസ്പെക്ടർ VV അനിൽകുമാർ, ഇരിഞ്ഞാലക്കുട ഇൻസ്പെക്ടർ അനീഷ് കരീം, ചേർപ്പ് ഇൻസ്പെക്ടർ TV ഷിബു, കൊരട്ടി ഇൻസ്പെക്ടർ CB അരുൺ, അന്തിക്കാട് ഇൻസ്പെക്ടർ P ജ്യോതീന്ദ്രകുമാർ, SIമാരായ R രാജേഷ്, K സുഹൈൽ, ജസ്റ്റിൻ, രഞ്ജിത്ത്, ജിനുമോൻ തച്ചേത്ത്, ASI P ജയകൃഷ്ണൻ, സീനിയർ CPOമാരായ പ്രസാദ്, ഷഫീർ ബാബു, ES ജീവൻ, KS ഉമേഷ്, അനൂപ് ലാലൻ, വൈശാഖ് മംഗലൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ KV ഫെബിൻ എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. NDA കയ്പമംഗലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി.
പെരിഞ്ഞനത്ത് നടന്ന കൺവെൻഷൻ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MS സമ്പൂർണ്ണ ഉദ്ഘാടനം ചെയ്തു. കാരണം ഇതിനു മുമ്പും ഇതുപോലെ തന്നെ നമ്മൾ 2016 പറയുകയുണ്ടായി, 2011 പറയുകയുണ്ടായി, 2019 ലോക്സഭാ ഇലക്ഷനിലും പറഞ്ഞു, 2014 ലോക്സഭാ ഇലക്ഷനിലും പറഞ്ഞു. നമ്മളത് പറയും, അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അന്നും കേരളത്തിലെ ജനം അത് കേട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം രണ്ട് ഭാഗത്തും UDF-ഉം LDF-ന്റെയും മുന്നണികൾ മുന്നണിയാണ്. ലോകത്തിൽ തന്നെ ആദ്യമായി 1957 വിപ്ലവത്തിലൂടെയാണ് കമ്മ്യൂണിസം വിഭാവന ചെയ്തിട്ടുള്ളത്, ഭരണം പിടിച്ചെടുക്കാൻ. അവരുടെ ഡിഫൻഡിൽ ഇലക്ഷൻ ഇല്ല, തെരഞ്ഞെടുപ്പില്ല. എന്നിട്ടും കേരളത്തിൽ സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഭരണം വരുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു. അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് വന്നു. അതിനുശേഷം നടന്നത് നമ്മൾ കണ്ട ആ CPM കോൺഗ്രസ് ആകട്ടെ, നമ്മൾ പലരും കോൺഗ്രസിനെ പുച്ഛിച്ചു തള്ളുന്നത്. പക്ഷെ കോൺഗ്രസ് അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ പാർട്ടിയല്ല. എന്തുകൊണ്ടാണ് 2014 ഇന്നത്തെ BJP-യുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ശ്രീ അമിത്ഷാജി BJP-യുടെ മുന്നിൽ, ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം ആണ് നൽകിയത്, കോൺഗ്രസ് മുക്ത ഭാരത്. BJP കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി അധ്യക്ഷനായി. BDJS സംസ്ഥാന സെക്രട്ടറി രാജൻ മഞ്ചേരി, ഉണ്ണികൃഷ്ണൻ തഷ്നാഥ്, PS അനിൽകുമാർ, ഹരിശങ്കർ പുല്ലാനി, ബേബിറാം, PK രവീന്ദ്രൻ, ജ്യോതിബാസ് തേവർക്കാട്ടിൽ, സജി കല്ലട തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം മണ്ഡലം LDF സ്ഥാനാർത്ഥി ET ടൈസിന്റെ 2ാം ദിവസത്തെ ഗ്രാമാന്തര പര്യടന യാത്ര എടത്തിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്തുകളിലായി പൂർത്തിയായി. ഒരു 2ാം ഊഴം നൽകണം എന്ന് ഉള്ള അഭ്യർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ നാട്ടുകാരുടെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമർപ്പിക്കുന്നു. രണ്ടാമതൊരു കാര്യമുണ്ട്, അപ്പുറം ഭരിക്കുന്ന കേന്ദ്രം സാധാരണ ലെവൽ നമ്മളെ സഹായിക്കേണ്ടതാണ്. ഇപ്പോ അവര് നമ്മളോട് കാണിക്കുന്ന നയം എന്താ? നമ്മൾ നല്ലവണ്ണം പ്രതീക്ഷിച്ച ചില സമയമുണ്ടായിരുന്നു. പ്രളയ സമയത്ത് നമ്മളോട് പറഞ്ഞു വിദേശത്ത് നിന്ന് കുറെ സഹായം നൽകാമെന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, നിങ്ങൾ ആരും പോകണ്ട, മുഖ്യമന്ത്രി വേണമെങ്കിൽ ഒന്ന് പോയിക്കോ, മറ്റു മന്ത്രിമാർ ആരും പോകേണ്ടതില്ല, അവിടുന്ന് സഹായവും സ്വീകരിക്കേണ്ടതില്ല, തീരുമാനിച്ചല്ലോ. ഹെലികോപ്റ്റർ വന്നിറങ്ങി ചില മനുഷ്യജീവനെ രക്ഷപ്പെടുത്തി. അവരോടെന്ന് പറഞ്ഞു, വാടക അടയ്ക്കാൻ പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് വിവിധയിടങ്ങളിലെ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുത്തത്. LDF നേതാക്കളായ EK ചന്ദ്രശേഖരൻ, TK സുധീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PM അഹമ്മദ്, KS ജയ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി, TP രഘുനാഥ്, VK ജ്യോതിപ്രകാശ്, PV മോഹനൻ, KV രാജേഷ്, AD സുദർശനൻ, സായിദ മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. മീനവെയിലിനെ കൂസാതെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടിലാണ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി MP ജാക്സൺ. കോട്ടപ്പുറം ചന്ത സന്ദർശനത്തോടെയാണ് സ്ഥാനാർത്ഥിയുടെ ഒരു ദിവസത്തെ പ്രചരണം ആരംഭിച്ചത്. തുടർന്ന് മേത്തല വില്ലേജിലെ പ്രധാന കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കവലകളിലും വ്യാപാര കേന്ദ്രങ്ങളിലുമെത്തി വോട്ടർമാരെ നേരിട്ട് കണ്ട് MP ജാക്സൺ വോട്ട് അഭ്യർത്ഥിച്ചു. പ്രചാരണം മുറുകുമ്പോൾ ആത്മവിശ്വാസം ഏറി വരികയാണെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. UDF മണ്ഡലം ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ BM ജോണിയും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കുടുംബയോഗങ്ങളുടെ തിരക്കിലാണ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് BR സുനിൽകുമാർ. ബൂത്തുകൾ തോറും വിളിച്ചു ചേർക്കുന്ന കുടുംബയോഗങ്ങളാണ് മുന്നണിയുടെ താഴെത്തട്ടിലുള്ള പ്രധാന പ്രവർത്തനം. മേത്തല വില്ലേജിൽ മാത്രം ഒരു ദിവസം 14 കുടുംബയോഗങ്ങളാണ് നടന്നത്. ആനാപ്പുഴയിൽ നടന്ന കുടുംബയോഗത്തിൽ വത്സൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് BR സുനിൽകുമാർ, അഡ്വക്കേറ്റ് CP രമേശൻ, പുഷ്പാങ്കദൻ, UT പ്രേംനാഥ് എന്നിവർ സംസാരിച്ചു. മേത്തല മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. KPCC സെക്രട്ടറി CS ശ്രീനിവാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ BM ജോണി അധ്യക്ഷത വഹിച്ചു.
DCC സെക്രട്ടറിമാരായ TM നാസർ, VM മുഹീദ്ദീൻ, KK രവി, സ്ഥാനാർത്ഥി MP ജാക്സൺ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ CG ചെന്താപരാക്ഷൻ, വേണു വെണ്ണറ, ജോഷി ചക്കാമാട്ടിൽ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലമായി ഗവൺമെന്റ് ചെയ്തു കൂട്ടിയ ജനവിരുദ്ധമായിട്ടുള്ള നടപടികളും അവരെടുത്തിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകളും എണ്ണിയാൽ തീരാത്തത്ര നിലപാടുകൾ എടുക്കുകയും, പക്ഷെ ഇന്ന് ആ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് ഇതൊന്നും ഞങ്ങളുടെ ഗവൺമെന്റിൻ്റെ ഒരു പ്രശ്നമല്ല, ഇതേ ഉറപ്പുള്ള ഭരണം ഞങ്ങൾ തുടരുന്ന, ഈ ഭരണം ഉറപ്പായിട്ട് ഞങ്ങൾ തുടരുമെന്ന് പറയുകയാണെങ്കിൽ അതിനവർ പറയുന്ന കാരണം ഞങ്ങൾ ജനങ്ങൾക്ക് കിറ്റ് കൊടുക്കുന്നില്ല, 3-4 മാസമായി കിറ്റ് കൊടുക്കുന്നില്ല, ഞങ്ങളുടെ ജനങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 300 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തില്ലേ, ഇതാണ് അവർ പറയുന്ന 2 കാരണം. മൂന്നാമത് ഒന്നുകൂടി പറയുന്നുണ്ട്, ഞങ്ങൾ ലൈഫ് പദ്ധതിയിൽ 4 ലക്ഷം രൂപ വിലയുള്ള 4 ലക്ഷം വീടുകൾ നിർമ്മിച്ചു കൊടുത്തു. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിച്ച് നോക്കുന്നു. എന്താണ് കിറ്റ്? 500 രൂപ വില മതിക്കുന്ന സാധനങ്ങൾ കിറ്റിലാക്കി നിങ്ങൾക്ക് തരാമോ? ആ കിറ്റിലെ ഓരോ വിഭവങ്ങളും പരിശോധിച്ചാൽ അറിയാം, കേന്ദ്ര ഗവൺമെൻറ് കോവിഡിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് അനുവദിച്ച പയർ ഉൽപ്പന്നങ്ങളും അരിയും അടക്കമുള്ള സാധനങ്ങളും അതിൻ്റെ കൂടെ ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണയും 1 കിലോ. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് BR സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി AITUC മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ നടത്തി. AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തുടങ്ങിയിട്ടുള്ള പല പരിപാടികളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ബഹുവിധ പരിപാടികൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അല്ലെങ്കിൽ നിരവധി സംഘടനകൾ മുൻകൈയെടുത്ത് നടത്തും. അതിലെല്ലാത്തിലും ഭാഗമാക്കേണ്ടവരാണ് പ്രധാനമായിട്ടുള്ള പ്രവർത്തകരെല്ലാം തന്നെ. ഇത് രാവിലെ ചേർന്ന മഹിളാ കൺവെൻഷൻ വളരെ വിജയകരമായ ഒരു കൺവെൻഷനാക്കി മാറ്റാനായി കഴിഞ്ഞിട്ടുണ്ട്. OC ജോസഫ് അധ്യക്ഷത വഹിച്ചു. AITUC മണ്ഡലം സെക്രട്ടറി GS സുരേഷ്, അഡ്വക്കേറ്റ് KM നവാസ്, KN രാമൻ, CP എലിസബത്ത്, MA ശൈലജ എന്നിവർ സംസാരിച്ചു. ഇസ്ലാം യുക്തിഭദ്രം മോക്ഷമാർഗം എന്ന ബാനറിൽ ISM സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്യാമ്പയിന്റെ കയ്പമംഗലം മേഖലാ പ്രചരണ ഉദ്ഘാടനം കൂരിക്കുഴിയിൽ നടന്നു. KJU സെക്രട്ടറി ഹനീഫ് കായക്കൊടി ഉദ്ഘാടനം ചെയ്തു. ISM മേഖലാ പ്രസിഡന്റ് PA അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. KNM സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹസീബ് മദനി, ISM സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് അനസ് മൗലവി എന്നിവർ പ്രഭാഷണം നടത്തി. PK മുഹമ്മദ്, KK സെയ്തു, PK ഉസ്മാൻ ബുസ്താനി, MA ഫൈസൽ, ആദിൽ മജീദ് സലഫി, PM അക്ബർ അലി, KA സത്താർ എന്നിവർ സംസാരിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റം എന്താണ് എന്ന് ചരിത്രം പഠിച്ച നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അദ്ദേഹം എപ്പോഴും, നിങ്ങൾ കുടിക്കുന്ന ഓരോ ഇറക്ക് വെള്ളത്തിനും, നിങ്ങൾ ധരിക്കുന്ന ഓരോ വസ്ത്രത്തിനും, നിങ്ങൾ കഴിക്കുന്ന ഓരോ പിടിച്ചോറിനും അല്ലാഹു തആലയുടെ മുമ്പിൽ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ഈ അനുഗ്രഹത്തെക്കുറിച്ച് അല്ലാഹു തആല നിങ്ങളോട് ചോദിക്കും. അതിന് നിങ്ങൾക്ക് വ്യക്തമായ മറുപടി ഉണ്ടാകണമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ജനങ്ങള് അദ്ദേഹത്തെ ബഹുമാനിച്ചതും അദ്ദേഹത്തെ ആദരിച്ചതും എല്ലാം ആ വിശുദ്ധ ഖുർആനിനെ അദ്ദേഹം നെഞ്ചേറ്റുകയും അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് എന്ന് ചരിത്രം പഠിക്കുന്ന നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ എത്രയോ സ്വഹാബിമാര്, സ്വഹാബികൾക്ക് ശേഷമുള്ള താബിഉകള് എല്ലാവരും ഈ ഖുർആനിനെ മുറുകെ പിടിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിച്ചത്, ലോകം അവരെ അംഗീകരിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കും ആവശ്യം ഈ വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുക എന്നതാണ്. അതാണ് നമ്മുടെ മോക്ഷത്തിന്റെ മാർഗം. ഈ ലോകത്തുള്ള വിജയവും നാളെ പരലോകത്തുള്ള വിജയവും അത് മാത്രമാണ്. 1 വർഷത്തോളം സുമനസ്സുകളുടെ സ്നേഹത്തണലിൽ കഴിഞ്ഞിരുന്ന മുഹമ്മദും മകനും ഇനി അഗതി മന്ദിരത്തിലെ അന്തേവാസികളാണ്. തെരുവിൽ അലഞ്ഞു നടന്നിരുന്ന കുഴിക്കണ്ടത്തിൽ വീട്ടിൽ മുഹമ്മദിനും മാനസിക രോഗിയായ മകൻ ഉനൈസിനുമാണ് മേത്തല ദയ അഗതി മന്ദിരം പുനരധിവാസം ഒരുക്കിയത്. കഴിഞ്ഞ വർഷം മാർച്ച് ആദ്യവാരത്തോടെയാണ് 3 പീടികയിലെയും പെരിഞ്ഞനത്തെയും കടത്തിണ്ണകളിലും മറ്റും മുഹമ്മദിനെയും മകനെയും നാട്ടുകാർ സ്ഥിരമായി കണ്ടു തുടങ്ങിയത്. സ്വന്തം സ്ഥലത്തെക്കുറിച്ചും കുടുംബാംഗങ്ങളെക്കുറിച്ചും കൃത്യമായി വിവരം ലഭിക്കാതിരുന്നതോടെ നാട്ടുകാരും ബുദ്ധിമുട്ടിലായി. മകൻ മാനസിക രോഗിയായിരുന്നതിനാൽ ഏറെ ദയനീയാവസ്ഥയിലായിരുന്ന ഇവർക്ക് നാട്ടുകാരാണ് ഭക്ഷണം ഉൾപ്പെടെ നൽകിയിരുന്നത്. ഇതിനിടയിൽ ലോക്ക്ഡൌണും പ്രഖ്യാപിച്ചതോടെ ഇവരുടെ തെരുവ് ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലായി.
തുടർന്ന് പെരിഞ്ഞനം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ സച്ചിത്തിന്റെ നേതൃത്വത്തിൽ ഇരുവരെയും പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റുകയായിരുന്നു. ഭക്ഷണത്തിനും മറ്റുമുള്ള സൗകര്യങ്ങളും ഇവർക്ക് ഏർപ്പെടുത്തിയിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിന് കമ്മ്യൂണിറ്റി ഹാൾ ബൂത്തായതോടെ വീണ്ടും അച്ഛനും മകനും തെരുവിലേക്ക് ഇറങ്ങേണ്ട സ്ഥിതിയായതോടെ പഞ്ചായത്ത് അധികൃതർ വീണ്ടും ഇടപെട്ട് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ താമസമൊരുക്കുകയായിരുന്നു. ഉനൈസിനുള്ള ചികിത്സാ സൗകര്യങ്ങളും അധികൃതർ ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് അധികൃതർ സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട് ഇരുവർക്കും സുരക്ഷിതമായ അഭയകേന്ദ്രം ഒരുക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. സാമൂഹ്യനീതി വകുപ്പ് അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് മുഹമ്മദിനെയും മകനെയും മേത്തല ദയ അഗതി മന്ദിരത്തിലാക്കിയത്. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയ തങ്ങൾ, സെക്രട്ടറി പി സുജാത എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇരുവരെയും അഗതി മന്ദിരത്തിൽ എത്തിച്ചത്. SYS കയ്പമംഗലം സോൺ രാഷ്ട്രീയ വിചാരം കൺവെൻഷൻ നടത്തി. കയ്പമംഗലം കമാലിയ ഇസ്ലാമിക് സെന്ററിൽ നടന്ന കൺവെൻഷൻ SYS ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബദറുദ്ദീൻ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പരാജിതരുടെ കയ്യിൽ കൊടുക്കുന്ന ഗ്രന്ഥത്തെ വായിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെടുമ്പോ മനുഷ്യനത് വായിക്കുന്ന ഒരു വിലാപ വാക്യങ്ങൾ പറയുന്നത്. പരാജിതൻ ആ ഗ്രന്ഥം വായിച്ചുകൊണ്ട് വിലപിക്കുന്ന ആ വാക്യം അല്ലാഹു പറയുകയാണ്, ആരാണ് ഈ ഗ്രന്ഥം തയ്യാറാക്കിയത്? ആരുടേതാണ് ഈ എന്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഒരു കാര്യവും വിട്ടേച്ചു പോകാതെ എല്ലാം സസൂക്ഷ്മമായി രേഖപ്പെടുത്തപ്പെട്ട ഈ ഗ്രന്ഥം, ഈ ഡയറി കുറിപ്പുകൾ ആരുടേതാണെന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ഹിസാബിന്റെ നാളിൽ മനുഷ്യർ ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. അവിടെ നമുക്ക് വിജയിക്കാൻ കഴിയണം. ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യവും നമ്മുടെ വിജയവും അവിടെയാണ്. അതിനുവേണ്ടി ഈ ഭൗതിക ലോകത്തെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അല്ലാഹുവിനെ സമർപ്പിക്കുന്നതിന് വേണ്ടി അനുഗുണമാക്കിയെടുക്കുക. മഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്യമാണ്, അല്ലാഹുവിനെ ആരാധന നിർവഹിക്കുന്നതിനാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഭൂതവർഗത്തെയും മനുഷ്യവർഗത്തെയും അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ചു. അല്ലാഹുവിനെ ആരാധിക്കണമെങ്കിൽ അനുയോജ്യമായ അനുഗുണമായ ഒരു സാഹചര്യം ഇവിടെ സംജാതമാകണം. ആ സാഹചര്യം അനുഗുണമാകുന്നത് സൃഷ്ടിച്ചെടുക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുക. മറ്റുള്ളതൊക്കെ ആഖിറം മാത്രമാണ് ഇതിന്റെ എല്ലാത്തിന്റെയും നമ്മുടെ ലക്ഷ്യം. സോൺ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ കരീമി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഡയറക്ടറേറ്റ് മെമ്പർ സുലൈമാൻ മുസ്ലിയാർ ചുണ്ടമ്പറ്റ മുഖ്യപ്രഭാഷണം നടത്തി. സോൺ ഫിനാൻസ് സെക്രട്ടറി ഉമ്മർ മഹ്മൂദി പ്രാർത്ഥന നിർവഹിച്ചു. സോൺ ഭാരവാഹികളായ നജീബ് സഖാഫി, സലാം താണിശ്ശേരി, ഫൈസൽ, ജാഫർ ചളിങ്ങാട്, സൈനുൽ ഹാരിസ്, ഷബീർ പടിയൂർ, PSM റഫീഖ്, PA ബഷീർ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം കുറ്റിലക്കടവ് മതിലകം പള്ളിവളവ് റോഡിന്റെ നിർമ്മാണത്തിൽ അപാകതയെന്ന ആരോപണം. ഇതേ തുടർന്ന് പൊന്മാനിക്കുടം ഭാഗത്ത് 60 മീറ്റർ പൊളിച്ചു പണിയിൽ തുടങ്ങി. പ്രധാനമന്ത്രി സഡക് യോജന പ്രകാരം നിർമ്മിച്ച റോഡ് 1 വർഷം തികയും മുമ്പേ പല ഭാഗത്തും കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ വിവരാവകാശ പ്രകാരം റോഡ് നിർമ്മാണത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇതനുസരിച്ച് പലയിടത്തും ആവശ്യത്തിന് സാമഗ്രികൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. പരാതിയെ തുടർന്ന് ദേശീയ ഗുണനിലവാര പരിശോധനാ കമ്മീഷൻ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു. ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് പൊളിച്ചു പണിയിൽ ആരംഭിച്ചത്. 4.25 കിലോമീറ്റർ റോഡ് 4.13 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. 6 മീറ്റർ വീതിയിലുള്ള റോഡിൽ 3.75 മീറ്റർ ടാറിംഗ് എന്നിങ്ങനെ വേണമെന്നായിരുന്നു കണക്ക്. ആരോഗ്യമുള്ള ജനതയ്ക്കായി സൈക്കിൾ വ്യായാമം ശീലമാക്കൂ എന്ന സന്ദേശവുമായി മതിലകത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സൈക്കിൾ യാത്ര ചെയ്ത് തിരിച്ചെത്തിയ 3 പടിക CR3 സൈക്കിൾ ക്ലബ്ബ് അംഗങ്ങൾക്ക് കൊടുങ്ങല്ലൂരിലെ ഭാരത് സൈക്കിൾ സ്വീകരണം നൽകി. നമ്മുടെ ഫാക്ടറി കളയുക എന്നുള്ളതും അതിലുപരി നമ്മുടെ പ്ലാനറ്റിനെ, നമ്മുടെ ഭൂമിയെ എങ്ങനെ മലിനീകരണത്തിൽ നിന്നും എങ്ങനെ സംരക്ഷിക്കാം. നമ്മുടെ ഇന്ധനം ഉപയോഗിച്ച് ഇപ്പോൾ ഇന്ധനവും ഇതൊക്കെ വന്ന് നമ്മുടെ പ്ലാനറ്റിൽ നമ്മുടെ ഭൂമി ആകെ മലിനീകരണപ്പെട്ടിരിക്കുകയാണ്. അതില്ലാതെ കണ്ട് സൈക്കിളിലൂടെ ഇത് നടത്തി നമ്മുടെ പ്ലാനറ്റും നമ്മുടെ ആരോഗ്യവും അത് വീണ്ടെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഈ സൈക്കിൾ പര്യടനം തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്നത്. തിരിച്ച് കൊടുങ്ങല്ലൂരിൽ വന്ന് ഞങ്ങളുടെ ഒരു
മൊമെന്റം സ്വീകരിക്കാൻ ഉള്ള ഒരു ചടങ്ങായിരുന്നു. സൈക്കിൾ യാത്ര ചെയ്ത ക്ലബ്ബ് അംഗങ്ങൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. സൈക്കിൾ സവാരി നടത്തി തിരിച്ചെത്തിയ KR ശ്രീനാഥ്, PM നിസാം, TH ഷിബി, MB സുദേവ്, TA റഹി, MM നിസാം, AV മജീദ്, BS കാർത്തിക്, TS പ്രജീഷ്, VB ബെൻജോയ് എന്നിവരെയാണ് ആദരിച്ചത്. ഭാരത് സൈക്കിൾ മാനേജിംഗ് ഡയറക്ടർ ഹനീഫ, മാനേജിംഗ് പാർട്ണർ ഷഫീഖ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കയ്പമംഗലം, കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചന്ദ്രാപിന്നിയിൽ വീട്ടമ്മയെ ആക്രമിച്ച സ്വർണമാല കവർന്നു. ഇരിഞ്ഞാലക്കുട കാട്ടൂരിൽ 43-കാരി കൊല്ലപ്പെട്ട കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. NDA കയ്പമംഗലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.